إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറ അൽ മാഇദ അതിന്റെ 107-ാമത്തെ വചനം നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. മുന്നായത്തിൽ ആ വസിയത്തിന് സാക്ഷി നിൽക്കുന്നവരെ കുറിച്ച് വിശദീകരിച്ചു. അതേ സാക്ഷികളെ കുറിച്ചാണ് ഈ ആയത്തിൽ അല്ലാഹു വിശദീകരിക്കുന്നത്. ഇനി അവർ ആ രണ്ട് സാക്ഷികളുടെ മേൽ വെളിവാകുകയാണെങ്കിൽ അവർ തെറ്റുകാരാണെന്ന് തെറ്റിനവകാശപ്പെട്ടിരിക്കുന്നുവെന്ന്, അവർ കുറ്റത്തിന് അവകാശപ്പെട്ടിരിക്കുന്നുവെന്ന് വെളിവാകുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർ കൃത്യമായ രൂപത്തിൽ വസിയത്തിന് സാക്ഷി നിൽക്കാൻ കൊള്ളാത്തവരാണ്. അവർ കുറ്റക്കാരാണെന്ന് വെളിപ്പെടുകയാണെങ്കിൽ അവർ രണ്ടു പേർക്കും പകരമായി വേറെ 2 പേരെ നിയമിക്കേണ്ടതാണ്. ആരുടെ മേലാണോ കുറ്റാരോപണമുള്ളത് ആ കുറ്റാരോപണമുള്ളവരെ മാറ്റിക്കൊണ്ട് വേറെ 2 സത്യസാക്ഷികളെ ആ സ്ഥാനത്ത് നിയോഗിക്കേണ്ടതാണ്. ഔലയാന് ഏറ്റവും അർഹതപ്പെട്ട ബന്ധപ്പെട്ട 2 പേരെ അവിടെ നിയമിക്കണം. ബില്ലാഹി, എന്നിട്ടവർ 2 പേരും അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്തു പറയണം. ലശഹാദതുന, നിശ്ചയമായും ഞങ്ങളുടെ ഷഹാദത്ത് അഹഖു മിൻ ഷഹാദതിഹിമ, ആ 2 പേരുടെയും ഷഹാദത്തിനേക്കാൾ യാഥാർത്ഥ്യമായ സാക്ഷ്യമാണ് ഞങ്ങളുടേത് എന്ന് കൃത്യമായി അവർ അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്തു പറയുകയും ചെയ്യണം. ഞങ്ങൾ അതിക്രമം ചെയ്യുന്നവരുമല്ല എന്നും അവർ അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്തു പറയണം. അങ്ങനെ വല്ല തരത്തിലുള്ള പിഴവുകളും ഞങ്ങൾക്ക് സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങൾ അക്രമികൾ പെട്ടവരായി തീരുമെന്നും പറയണം. നോക്കൂ നിങ്ങൾ, ആ പുതിയ സാക്ഷികൾ അല്ലാഹുവിനെ കൊണ്ട് സാക്ഷ്യം വഹിക്കണം. ഞങ്ങൾ ആ മുൻപ് ഇവിടെ ആ ഉണ്ടായ തെറ്റുകാരായ ആ സാക്ഷികളെക്കാൾ ഞങ്ങളുടെ സാക്ഷ്യം വളരെ ഭംഗിയായ സാക്ഷ്യമാണെന്നും അവർ പറയണം. നല്ല സാക്ഷ്യമാണെന്ന് പറയണം. ഞങ്ങൾ അതിക്രമത്തിന് കൂട്ടുനിൽക്കല്ലേ എന്ന് പറയണം. ഇനി അഥവാ അങ്ങനെ അതിക്രമത്തിന് കൂട്ടുനിൽക്കുകയാണ് ഞങ്ങൾ അക്രമികൾ പെട്ടുപോകുമെന്നും അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്തു പറയണം. നോക്കൂ നിങ്ങൾ, എത്ര ഗൗരവമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സാക്ഷ്യത്തെ പരിഗണിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.